ഹലോ ഫ്രണ്ട്സ്, വ്ലോഗ്സ് ഓഫ് നൈൻറ്റീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരള പഴനിയിലേക്കാണ് കേട്ടോ. എത്ര പടികളുണ്ട് ഇവിടെ? എനിക്ക് എത്ര പടികളുണ്ട്? ആര്? ഇവിടെ ഒരുപാട് പടികളുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാം, എണ്ണീട്ട് പറയാം. ഇവിടെ നോക്കുമ്പോൾ കാണണം മനോഹരമായ കാഴ്ച ഉണ്ടാവും. നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടില്ല. ഹലോ, ഒരു സെക്ഷൻ എണ്ണിക്കോ എത്ര പടിയെന്നൊന്ന് പറയാം. ഞാൻ 100 പടിയുള്ളതെന്ന് വിരിച്ചിട്ടാ. അപ്പം തന്നെ 155ആയില്ലേ. അമ്പലത്തിന്റെ മനോഹരമായ കാഴ്ചയായിട്ടാണ് കാണുന്നത്. എത്ര പടി എണ്ണിയിരുന്നെങ്കിൽ 228 പടികൾ കയറി വന്നിട്ട് ആണ് അമ്പലത്തേക്ക് എത്തുക. അപ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ്. അമ്പലത്തിന് മുകളിലൊക്കെ കണ്ടില്ലേ, നിറയെ കൊത്തുപണികളും പിന്നെ കൽപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ സൈഡിലേക്ക് കടന്നുള്ള കാഴ്ച കണ്ട് കാണാം.
നമ്മൾ ഉള്ളിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ല, മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടുത്തെ പണികൾ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? സൈഡിലൊക്കെ പുതിയതായിട്ട് പണികൾ നടക്കുന്നുണ്ട്, കൽപ്പണികൾ. നല്ലൊരു പീസ്ഫുൾ മൈൻഡാണല്ലോ അവിടെ വന്നു കഴിഞ്ഞാൽ. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വലം വെച്ചിരുന്നതാണ് കാഴ്ചയുണ്ട്. ഇത് കേരള പഴനി എന്നാണ് ഈ അമ്പലം അറിയപ്പെടുക. അത് നമുക്കിപ്പോൾ തമിഴ്നാട്ടിലെ ശരിക്കുള്ള പഴനിക്ക് പോകാൻ സാധിക്കാത്തവർക്ക് വഴിപാടുകളൊക്കെ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. ഇത് കേരള പഴനി എന്നാണ്. കാരണം 200 സംതിങ് പടികളുണ്ട്. കേരളത്തിലൊരു പഴനി, അതായത് തമിഴ്നാട്ടിലെ പഴനിയുടെ തന്നെ സുബ്രഹ്മണ്യൻ തന്നെയാണ് ഇവിടെ. അപ്പോൾ കേരളത്തിൽ നിന്ന് ചിലവർക്ക് നമുക്കിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ വഴിപാടുകൾ നമുക്ക് ഇവിടെ വന്നിട്ട് അതിന് ചെയ്യാം. ഇവിടെ വന്ന് തൊഴാൻ പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യൻ തന്നെയാണ് ഇവിടെ. നോക്കുമ്പോൾ താഴെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പം നമ്മൾ തൊഴുതിട്ട് നമ്മൾ തിരിച്ചിറങ്ങണം കേട്ടോ. ഇറങ്ങുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, കാരണം പടികൾ കണ്ടില്ലേ. ഈ പടികൾ കയറാത്ത വയസ്സായവർക്കൊക്കെ കാറിൽ നേരെ വരാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ, വേറെ വഴിയുണ്ട്. ഇത് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയുണ്ടത്. തൃശ്ശൂർ ജില്ലയിലെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. താഴെ കാണുന്നത് ഗണപതി കോവിലാണ് കേട്ടോ. ഇന്നത്തെ ലോകം അവസാനിച്ച തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കേരള പഴനിയുടെ വിശേഷമായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ളവർ, കേരളത്തിലുള്ളവരൊക്കെ പരമാവധി വരാൻ ശ്രമിക്കും. നല്ല അടിപൊളി ആംബിയൻസാണ്, നല്ലൊരു സ്ഥലമാണ്.